ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ആമേൻ. രൂപാന്തരപ്പെടുന്നത് എങ്ങനെയെന്നുള്ളത് തന്നെ ഞാനിന്ന് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൽ നിന്ന് വലുത് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, താങ്ക് യു ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിവേക് എന്നുള്ളൊരു പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് താങ്കളുടെ ജീവിതത്തിൽ പിതാവായി ശക്തമായി വെളിപ്പെടുവാൻ പോകുന്നു. താങ്കളുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ ഒരു പ്രതിസന്ധിയാൽ തകർന്നു കിടക്കുന്നുവോ, പ്രയാസപ്പെടുന്നോ, അവിടെ വന്ന് വിടുവിച്ച് ചേർത്ത് വെച്ച് ബലപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ദൈവം താങ്കളെ നടത്തുന്നതായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾ ഈ സമയത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സമയം അങ്ങ് ഇവിടെ അങ്ങയുടെ ഇഷ്ടപ്രകാരം ശുശ്രൂഷിക്കണമേ. ഡു എ ഡീപ്പ് വർക്ക്, ആഴത്തിലുള്ള ഒരു പണി അങ്ങ് ചെയ്യണമേ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. കർത്താവെ, ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി അവരിൽ ഇടപെടണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നു. നമ്മളെന്താ ദൈവത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്? എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആക്ച്വലി കണ്ണടച്ച് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചാട്ടെ. എന്തുവാ ഇപ്പം നിങ്ങൾ ദൈവസന്നിധിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാട്ടെ. ഞായറാഴ്ച വന്ന് 40 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തീരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അതോ ദൈവത്തിൽ നിന്ന് ഈ സമയത്ത് നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഒരു നിമിഷം എടുത്ത് ചിന്തിച്ചാട്ടെ. ഞാനൊരു വാക്ക് അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾ ചിന്തിക്കുന്നതിലും ചോദിക്കുന്നതിലും അത്യന്തം പരമായിട്ട് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം അത് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങളുടെ താല്പര്യങ്ങളെ, നിങ്ങളുടെ പ്രതീക്ഷകളെ ഒരു നിമിഷം കർത്താവിൽ നമുക്ക് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അത് ജസ്റ്റ് ടേക്ക് ദിസ് മൊമെൻറ്റ് ടു സെറ്റ് യുവർ എക്സ്പെക്റ്റേഷൻ ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിൽ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് എന്ത് അങ്ങിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു? ലോർഡ്, സം ആർ എക്സ്പെക്റ്റിംഗ് ഫോർ എ മിറക്കിൾ. കർത്താവെ, ചിലർ അത്ഭുത സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ചിലർ ചോദിക്കുന്നത് പഠിക്കാനായിട്ടുള്ളൊരു കഴിവിന് വേണ്ടി. കർത്താവെ, ചിലർ ജോലിക്കായിട്ട് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഉള്ളതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് ഞങ്ങൾ എഫെസ്യ ലേഖനം 3:20 ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി അങ്ങേക്ക് പ്രവർത്തിപ്പാൻ കഴിയും. ഞങ്ങൾ അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പിതാവിൽ നിന്ന് ഞങ്ങൾ ആ വിശ്വാസം പ്രാപിച്ച് ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിന്മേൽ ഞങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അത് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവിടെ തന്നെ നിന്നോണം. ഓക്കെ. അപ്പം അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ആ വേദന വരുമ്പോഴത്തേക്കും അയ്യോ എന്നല്ല, താങ്ക് യു ജീസസ്, ഞാൻ സൗഖ്യമാണെന്നാണ് നമ്മളങ്ങ് പറയുന്നത്. ആമേൻ. ഐ ട്രൂലി ബിലീവ് ദൈവം ഇന്ന് അത്ഭുതകരമായ ഒരു ഡീപ്പ് വർക്ക് കർത്താവ് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് അനേകരുടെ ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ കൊളുത്തിക്കിടക്കുന്ന കുറേ സാധനങ്ങൾ അങ്ങ് വിടുവിച്ച് അങ്ങ് വിടും. ഹല്ലേലൂയ. ഇതൊരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ദിവസമാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് ഈ സമയത്തിൻ്റെ അല്ല, തിരുവചനമാണ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കാണുകയുണ്ടായി ലിവിങ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് നാം കാണുകയുണ്ടായി. തിരുവചനം വളരെ സിമ്പിളാണ്. ദൈവഹിതത്തിൽ ജീവിക്കാൻ ദൈവഹിതം അറിയണമല്ലോ, അല്ലേ?
അപ്പോൾ ആദ്യത്തെ സന്ദേശം അതിനെക്കുറിച്ചായിരുന്നു, എങ്ങനെ ദൈവഹിതം അറിയാമെന്നുള്ളതിനെക്കുറിച്ച് നാം കണ്ടു. ആൻഡ് ദെൻ വി സ്പോക്ക് അബൌട്ട് സറണ്ടേർഡ് ലൈഫ്. ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കണം. റോമാലേഖനത്തിൻ്റെ 12:1-2 വാക്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിനുശേഷം എ കോൺസെക്രേറ്റഡ് ലൈഫ്. തിരുവചനം പറയുന്നു, ലോകത്തിന് അനുരൂപരാകാതെ, ഡു നോട്ട് കൺഫോം. അതിനെക്കുറിച്ചുള്ള ഗ്രീക്ക് പദങ്ങൾ നമ്മൾ നോക്കി. കൺഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തെന്തോ ആണെങ്കിലും കുഴപ്പമില്ല, പുറത്തൊക്കെ അങ്ങ് ഫിറ്റായി നിന്നാൽ മതി. എപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രലോഭനം വരുന്നത്? എനിക്കാരുമില്ല എന്ന് ഉള്ള തോന്നൽ വരുമ്പോഴാണ് എങ്ങനെയെങ്കിലുമൊക്കെ അകത്തൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ഒന്ന് ഫിറ്റായി, ഞാനൊരു കൂട്ടത്തിൻ്റെ ഭാഗമാ, ഒരു ചർച്ചിൻ്റെ ഭാഗമാ, ഒരു ക്ലബിൻ്റെ ഭാഗമാ എന്ന് തോന്നുമ്പം എനിക്ക് ആരോഗ്യമോ ഉണ്ടെന്നൊരു തോന്നൽ, I probably don't have the courage to be disliked. ആർക്കും അതിനെ ഇഷ്ടമില്ല എന്ന് കേൾക്കാനായിട്ട് എനിക്കുള്ളൊരു ധൈര്യമില്ല. തിരുവചനം പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണെന്നാ, ദൈവമക്കളാണെന്നാണ് പറയുന്നത്. കർത്താവിനോട് ലൈക്ക് ഇടാത്തതോ ക്യാൻസൽ കൾച്ചറോ ഒന്നുമല്ല, കല്ല എടുത്തത്. അതുകൊണ്ട് ദൈവഭേദലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ടുള്ള ജീവിതമോ, തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഫേവർ നമ്മുടെ മേലുണ്ട്. ഇതൊരു ബലമുള്ളവർക്കുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. ഇതൊരു തമാശയല്ല, ഇതൊരു തീരുമാനമാണ്. അതിന് ഞാൻ വില കൽപ്പിക്കുന്നു. ഈ യാത്ര എനിക്ക് വളരെ പ്രധാനമാണെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അല്ലാതെ 10 വണ്ടി അതിലേ പോയി ആദ്യം നിർത്തി ഇതാ ഈ കൂട്ടത്തിൽ അങ്ങ് കയറി അങ്ങ് പോ അല്ല. ദിസ് വാസ് മൈ ചോയ്സ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാമോ, ക്രിസ്തീയ ജീവിതം ഒരു തിരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞാട്ടെ. അപ്പം തിരുവചനം പറയുകയാണ്, നിങ്ങൾ അനുരൂപനാകരുത്, ലോകത്തിൻ്റെ പോലെ ആകരുത്. അവിടെ വെച്ച് നമ്മൾ നിർത്തി. നമ്മൾ ഇനി തുടങ്ങുകയാണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്താ തിരുവചനം പറയുന്നത്? ബട്ട് ബി ട്രാൻസ്ഫോം. നിങ്ങൾ രൂപാന്തരപ്പെടണമെന്നാ പറയുന്നു. ഹല്ലേലൂയ. രൂപാന്തരപ്പെടണം. എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ, രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാട്ടെ. മലയാളം സെക്കൻഡ് ലാംഗ്വേജ് പലർക്കും ഡിഫിക്കൽട്ടാന്ന് പറയാം. രൂപാന്തരം ഈക്വൽസ് രൂപം പ്ലസ് അന്തരം. പല കുഞ്ഞുങ്ങളും 5th-ലും 6th-ലും ഒക്കെ ആവാൻ വെയിറ്റ് ചെയ്യുവാണ്, ആ മാരകമായ സെക്കൻഡ് ലാംഗ്വേജ് ഒഴിവാക്കാനായിട്ടൊക്കെ. രൂപം പ്ലസ് അന്തരം. അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം. തിരുവചനം പറയുക, ഈ ഷേപ്പ് മാറാതെ കാര്യം നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഈ രൂപം മാറിയാൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് കാണാൻ പോവുകയാണ്. അതെങ്ങനെ രൂപാന്തരപ്പെടണമെന്നാണ് പറയുന്നത്? പല വ്യക്തികൾക്കും പുതുക്കം ഇഷ്ടമാണ്. അസ്ട്രേ ഒരുപാടായി പന്ന ജീവിതം, ഞാനൊരു ധ്യാനത്തിന് പോവുകയാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് പുതുക്കണമെന്നുള്ളത്, ആ പുതിയ ജീവിതം വേണമെന്നുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുതിയ മനുഷ്യനാവാറുണ്ട്. അപ്പം സോണ പറയും, അത് 2 ദിവസം കഴിയുമ്പോൾ എനിക്കറിയാം പഴയ ആൾ വരുമെന്നുള്ളത്. അപ്പം നമുക്കെല്ലാവർക്കും സാധാരണ പുതിയ മനുഷ്യനാവുന്ന ദിവസം എന്നാ ജനുവരി 1 വരുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്. പുതുക്കപ്പെടണമെന്ന് തന്നെ ദൈവം പറയുക, അത് കർത്താവ് പറയുക. ഈ പുതുക്കപ്പെടാനായിട്ട്, ദൈവഹിതപ്രകാരം പുതുക്കപ്പെടാനായിട്ട് കർത്താവ് ഒരു മെത്തേഡും പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടാൻ, എൻ്റെ ഷേപ്പ് മാറാൻ. നല്ല എക്സസൈസ് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. വർക്കൗട്ട് നല്ലതാണ്, ഡയറ്റ് നല്ലതാണ്. പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്ന രൂപാന്തരത്തിന് പ്രത്യേകതയുണ്ട്. അത് ഞാൻ പറയാൻ പോവുകയാണ്. അതിന് കർത്താവ് പറയുന്ന മെത്തേഡ് മനസ്സ് പുതുക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സ് പുതുക്കണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, മനസ്സ് പുതുക്കണം എന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ കൺഫോം എന്തായിരുന്നു, അല്ലെങ്കിൽ അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എങ്ങനെയെങ്കിലുമൊക്കെ അകത്ത് എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ വെള്ളയും പച്ച കളറും ഉള്ള ഡ്രസ്സ് ഇട്ടാൽ കയറാൻ പറ്റും. ഞാനും അങ്ങ് വെള്ളയും പച്ചയും മേടിച്ച് അങ്ങ് കൂട്ടത്തിൽ കൂടി.
അകത്ത് എന്താണോ, എന്തിനു വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത്, എന്തിനാ കൂടുന്നത്, ഒന്നും കുഴപ്പമില്ല, ആ കൂട്ടത്തിൽ അങ്ങ് കൂടി. എന്നാൽ തിരുവചനം പറയുന്നത് ഈ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് അകമേന്ന് പുറത്തേക്ക് ഒഴുകേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. The transformation that God says is inside out. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് കിലോ കുറയുന്നതിനേക്കാളും പറയുന്നത് നിന്റെ മനസ്സ് പുതുക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്ക് വാക്ക്, ഈ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് മെറ്റമോർഫു എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ആ മെറ്റമോർഫസിസ് എന്ന് പറയുന്ന വാക്ക്, അത് പറയുന്നത് ഈ താടി ഒന്ന് ഷേവ് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഇച്ചിരി ചെത്തി, അങ്ങനൊന്നുമല്ല. ഡീപ് ചേഞ്ച് ഓഫ് നേച്ചർ, ആഴത്തിലുള്ള പണി എന്ന് പറഞ്ഞാൽ സ്വഭാവമേ മാറിപ്പോയി. കണ്ടു കഴിഞ്ഞാൽ പഴയ ആളെന്ന് തോന്നത്തേ ഇല്ല. അതുപോലൊരു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വാക്ക് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇറ്റ് ഈസ് ഇൻ ദി ലൈഫ് സ്റ്റേജ് ഓഫ് എ ബട്ടർഫ്ലൈ. ഒരു ചിത്രശലഭം, ആ ചിത്രശലഭത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അത് പണ്ടൊരു പുഴുവായിരുന്നു ചിന്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. That's a deep work that the Lord is calling us into. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അതിനുശേഷം അല്പസമയം ഞാൻ മിനിസ്റ്റർ ചെയ്യാനും പോവുകയാണ്. പക്ഷെ ആ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റത്തിന് ആവശ്യമായിരിക്കുന്ന പ്രവൃത്തി കർത്താവ് ആദ്യമേ തുടങ്ങി. അത് കർത്താവിനറിയാം. അങ്ങനെ ഒരു മാറ്റം നടക്കണമെങ്കിൽ അത് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് കർത്താവ് തന്നെ സഹായിച്ചു വെക്കത്തുള്ളൂ. ദി ബട്ടർഫ്ലൈ ഈസ് എ റിസൾട്ട് ഓഫ് അബൈഡിങ് ഇൻ ആൻ ഇക്കോസിസ്റ്റം. അതിൻ്റെ വളർച്ചയുടേതായിട്ടുള്ള മണ്ഡലത്തിൽ അത് കുറേ ദിവസം പൊരുന്നി ആവസിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിന്ന് പറക്കുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ സാധ്യതയുടെ വളർച്ചയുടെ അവനെ പറപ്പിക്കാൻ കഴിയുന്ന ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവൻ പിന്നെ പുഴുവല്ല. ഹല്ലേലൂയ. അവൻ പുഴുവല്ല. പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതായിരിക്കുന്നു. ഹല്ലേലൂയ. ആ പുഴു ഏവിയേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടല്ല ആക്ച്വലി പറക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ആ കൂണിനകത്ത് ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പോളിഷ് ചെയ്തിട്ടുള്ള ഒരു പുഴു അല്ല പുറത്ത് വന്നത്. ഇറ്റ് വാസ് എ ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, പുതിയ സൃഷ്ടിയാന്ന് പറഞ്ഞാട്ടെ. അപ്പൊ ഏതൊരു വ്യക്തിയുടെ കാര്യമാണെങ്കിലും തിരുവചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആ ക്രിസ്തു എന്ന് പറയുന്ന ആ ഗ്രോത്ത് എൻവയൺമെൻറ്റ് എപ്രകാരം ആ പുഴു ആ പ്യൂപ്പയ്ക്കകത്തൂടെ കടന്നുപോയോ അതുപോലെ ഞാൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ പുതിയ സൃഷ്ടിക്ക് അതിനെ പറപ്പിക്കാൻ ആക്ച്വലി പഠിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അതെന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അതിനുള്ളതെല്ലാം അതിൽ തന്നെ കർത്താവ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ വിളിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അകത്ത് കർത്താവ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് വലിയ ആഴത്തിലുള്ളൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. അവിടെ ഒരിക്കലും പറയുന്നില്ല, അതായത് അല്പം പഠിത്തമുള്ള ഒരുവൻ ക്രിസ്തുവിലായാലെന്നോ, അല്ലെങ്കിൽ ഒരു പുരുഷനെന്നോ സ്ത്രീയെന്നോ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തുവിലായാൽ എന്ന് പറയുന്നില്ല. പക്ഷെ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ക്രിസ്തുവിലാകാൻ തീരുമാനിച്ചോ പിന്നെ നീ പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. പിന്നെ നീ പഴയ കാര്യമല്ല, പഴയ ജീവിതമല്ല, പഴയ മനുഷ്യനല്ല. ദർ ഇസ് എ ഡീപ് വർക്ക് ദാറ്റ് ഹാസ് ഹാപ്പൻ ഇൻ യുവർ സ്പിരിറ്റ്. നിന്റെ ആത്മ മനുഷ്യൻ പുതുതായി കഴിഞ്ഞു. ഹല്ലേലൂയ.
ആത്മമനുഷ്യൻ പുതുതായി കഴിഞ്ഞു. ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എത്രമാത്രം അതെല്ലാം പുറത്ത് കാണുന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ ക്രിസ്തുവിലാണെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന അവിടെ പറഞ്ഞാട്ടെ, ഞാനൊരു പുതിയ സൃഷ്ടിയാന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ പഴയകാലം അവർക്കറിയാമെങ്കിൽ അവർ പറയും താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞാൻ പണ്ടൊക്കെ ദേഷ്യം വരുമ്പോഴത്തേക്കും പലരോടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് കർത്താവ് എന്നെ രക്ഷിച്ചത് എനിക്കൊന്ന് നിന്നെക്കൊക്കെ വേണ്ടിയാണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കിയേനെ. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലാകുന്നതിന് മുമ്പാകെ എന്തെല്ലാം എനിക്ക് പരിമിതികളുണ്ടോ, ഇപ്പോഴെനിക്ക് ആ പരിമിതികളില്ല. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് എനിക്ക് എന്തെല്ലാം കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നോ, എൻ്റെ പുതിയ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്യണമോ അത് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം എൻ്റെ കർത്താവിനിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുക, എൻ്റെ പഴയ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു. ആ പരാജയങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ നിർവചിക്കാൻ അനുവദിച്ചു. യു അലൗഡ് ദോസ് സെറ്റ്ബാക്സ് ടു ഡിഫൈൻ യു ആസ് എ ഫെയിലിയർ. പക്ഷെ ഞാൻ അന്ന് പഴയ സൃഷ്ടിയായിരുന്നു, അതിനുശേഷമാണ് ഞാൻ പുതിയ സൃഷ്ടിയായത്. ഹല്ലേലൂയ. ഇത് ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്ന ആരൊക്കെയോ ചിന്തിക്കുക, ഐ എം നോട്ട് ഏബിൾ, എനിക്ക് കഴിവില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്, തിരുവചനം പറയുന്നത്, കളങ്കമില്ലാത്ത ദൈവത്തിൻ്റെ വിത്ത് കൊണ്ടാണെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിത്ത് കൊണ്ട് ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ട ഒരു കഴിവിൻ്റെ പരിമിതി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. 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 അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, ഞാൻ ഏബിൾ ആണ്, എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ പ്രധാന ഒരു സത്യം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ, അവൻ ക്രിസ്തുവിൽ എത്രത്തോളം മുന്നേറുന്നോ അവൻ്റെ ഈ പുതിയ സൃഷ്ടിക്ക് അനുസരിച്ചുള്ള വളർച്ച അവനുണ്ടാകും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ഈ വളരുന്നതിനിടയ്ക്ക് ആ പ്ലഗ് അങ്ങ് ഊരും. പ്ലഗ് ഊരി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അവിടെ സ്റ്റക്കാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ക്രിസ്തുവിലായിരിക്കുമ്പോൾ, തിരുവചനം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്, ആരെല്ലാം ക്രിസ്തുവിൽ വസിക്കുന്നോ അവൻ ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഇന്ന് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന, ഈ രൂപാന്തരത്തിന് മുമ്പാകെ ക്രിസ്തുവിൽ നാം വീണ്ടും ജനിച്ചപ്പോൾ, നാം ക്രിസ്തുവിലായപ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ആത്മാവിൽ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് പുതുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ ശക്തിയുള്ള ഒരു എഞ്ചിനാണ് എൻ്റെ അകത്തുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില പഴയ വണ്ടികൾ ഓടുമ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ സൈഡിൽ കൂടെ പോവുക. ആഗ്രഹമുണ്ട് സ്പീഡ് പോകാൻ, പക്ഷെ അകത്തിരിക്കുന്ന സാധനം പഴയതാണ്. ക്രിസ്തുവിൽ ഒരുവനായി കഴിഞ്ഞാൽ അവൻ അങ്ങനെയുള്ള സാഹചര്യമില്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ അവസാന നാൾ വരെ ദൈവം അവനെ ഈ ഭൂമിയിൽ ക്രമീകരിച്ച് അയച്ചിരിക്കുന്ന പദ്ധതി എന്താണോ അതിന് തക്കവണ്ണം ഓടുവാനുള്ള അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പുതുക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അയച്ച് ആത്മാവിനെ പുതുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് എന്തറിയാമോ എന്നുള്ളൊരു വിഷയമല്ല, ആദ്യം വിശ്വസിക്കേണ്ടത് ഈ ദൈവപ്രവൃത്തിയുടെ പുതുക്കല്ല. ഹല്ലേലൂയ. ആ പുഴു അല്പ ദിവസം ദൈവത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ വസിച്ച് പിന്നെ അതങ്ങ് പറക്കുകയാണ്.
കോച്ചിങ് മാനുവൽ ഇല്ലായിരുന്നു, കോച്ച് ഇല്ലായിരുന്നു, ഇൻസ്ട്രക്ടർ ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നതിന് വേണ്ടി കർത്താവ് എൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ക്രിസ്തുവിൽ എനിക്ക് ലഭ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പുതിയ സൃഷ്ടിയായി ഈ പുഴുവായിട്ടാണ് തുടങ്ങിയത്. ആ കുറേ നേരം ആ പ്യൂപ്പയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെ അങ്ങ് നടക്കുക, ചിത്രശലഭമായി കഴിഞ്ഞിട്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. നിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്. ഇനിയും യുദ്ധം ഇരിക്കുന്നത് നിന്റെ 2 ചെവിയുടെ നടുക്ക, നിന്റെ മൈൻഡിലാണ്. ഹല്ലേലൂയ. ഇന്ന് അനേക വ്യക്തികൾ ചിത്രശലഭമായി മാറിക്കഴിഞ്ഞു ക്രിസ്തുവിൽ. എന്നാൽ ഇപ്പോഴും പറക്കുന്നതിന് പകരം നടക്കുക ചെയ്യുന്നത്. കാരണം എന്താ? പണ്ടത്തേതാ ഓർമ്മയുള്ളത്, ഞാൻ പുഴുവാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിന്ന് ആദ്യം ആ നുണയാ പൊട്ടിക്കാൻ പോകുന്നു. തിരുവചനം പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ കർത്താവ് ജനിപ്പിക്കുമ്പോൾ, ആ സൃഷ്ടിയെ കർത്താവ് പുതുക്കുമ്പോൾ അവൻ ആവശ്യമുള്ളതെല്ലാം അതിലേക്ക് വളരുവാൻ തക്കതായിട്ടുള്ള രീതിയിൽ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ക്രിസ്തുവിലുണ്ടെന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ക്രിസ്തുവിൽ സകലതും ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞാട്ടെ. എൻ്റെ വിളിയെ തികയ്ക്കുവാനുള്ളതെല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞാട്ടെ. യേശു മുഖാന്തരം എനിക്ക് സകലതും സാധ്യമെന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞാട്ടെ. എൻ്റെ ആത്മാവ് ശക്തിയുള്ളതെന്ന് പറഞ്ഞാട്ടെ. ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു പറഞ്ഞാട്ടെ. എൻ്റെ പഴയതെല്ലാം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 40:31 പറയുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. ഈ എങ്കിലും എന്ന് പറയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം ഡെസ്പ് സിറ്റുവേഷൻ ആണെന്ന് കൂട്ടിക്കും. ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്, അവിടെ എല്ലാം പോയി, ഇവിടെ എല്ലാം പോയി, ഇവിടെ പ്രശ്നമാണ്, ജോലിയില്ല, അമീബിക് ഫീവറാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇവിടെയാണ്, അതാണ്. എങ്കിലും അപ്പൊ അവിടെ മൊത്തം പ്രശ്നമാണെങ്കിലും ഈ ഗ്രോത്ത് എൻവയൺമെന്റ് അല്ലെങ്കിൽ ജീവനാകുന്ന യേശുവിൽ നിൽക്കുന്നവർ അവർ അവരുടെ ശക്തിയെ പുതുക്കുമെന്നാ പറയുന്നത്. കാരണം എന്താ? അവൻ്റെ ആ ജേർണിയിലാ. ഒരു പുഴുവായിരിക്കുന്ന ആ ചിത്രശലഭമാകേണ്ട പുഴു ലോകത്തിൽ മറ്റെന്ത് കാര്യം നടന്നാലും ശരി അവൻ ആയിരിക്കേണ്ടടുത്ത് ആ സാന്നിധ്യത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. I want to tell you, നമ്മുടെ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ദൈവഹിതത്തിൻ്റെ മധ്യത്തിലാണെങ്കിൽ ശരി, ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറക്കുവാനായിട്ട് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ബാക്കിയുള്ള പുഴുക്കളെല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടാകുമായിരിക്കാം. എന്നാൽ എന്നെ വ്യത്യസ്തനാക്കുന്നത് ഞാൻ പുഴുവാണെന്നുള്ളതല്ല, ഞാൻ ആരുടെ കൂടെയാണെന്നുള്ളതാ. ഹല്ലേലൂയ. ഞാൻ ആരുടെ കൂടെയാണെന്നുള്ളതാ എന്നെ വ്യത്യസ്തനാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് 1 മിനിറ്റ് എടുത്ത് അല്ലെ അല്പസമയം എടുത്തുകൊണ്ട് നാം ഇന്ന് ഈ വലിയ സത്യത്തെ സ്വീകരിക്കാൻ പോവുക. ഇന്ന് ഒത്തിരി പേര് ഈ നുണകൾ സ്വീകരിച്ച് ജീവിക്കുക. കഴിയത്തില്ല, ഒക്കത്തില്ല, പറ്റത്തില്ല, പോരാ. അങ്ങനെ ഒരു ആത്മാവല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിനാണ് പുഴുവായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുമ്പോൾ. ഇന്ന് പല വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ അവർ സക്സസ്സിന് വേണ്ടി, അവർ വളരുവാൻ വേണ്ടി, അവർ ചിറകടിച്ച് പറക്കാൻ വേണ്ടി വേറെ പല സ്ഥലത്തും പോവുകയാണ്. തിരുവചനം പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, എന്നാൽ നീ യഹോവയെ കാത്തിരിക്കുമ്പോൾ നീ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ.
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകുകയില്ല, അവർ ക്ഷീണിച്ചു പോകുകയില്ല. കാരണം എന്താ? അവർ ആയിരിക്കുന്ന ആ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ജീവനാ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ അകത്ത് ജീവന്റെ ഒരു ചൈതന്യത്തിന്റെ കുറവ് നിങ്ങൾ തോന്നെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത്. ബിക്കോസ് തിരുവചനം പറയുന്നു, അവൻ തന്നെ ജീവനും വഴിയും സത്യവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അല്പനേരം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കിത് വിശ്വാസത്തോടെ, തിരുവചനം പറയുന്നൊരു സത്യമാണ്, നമുക്കിത് വിശ്വാസത്തോടെ സ്വീകരിക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ക്രിസ്തുവിലാകുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്ന സകല സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ചിലരൊക്കെ പ്രയാസഘട്ടങ്ങൾ കാരണമായി ക്രിസ്തുവിലേക്ക് വന്ന് ഇന്ന് ആ സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് എത്രയോ സാഹചര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ചത്. സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ചില വ്യക്തികൾക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ വിശ്വാസം ലഭിച്ചു. നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. അവർ തികഞ്ഞവരല്ല, എന്നാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവേ, ക്രിസ്തുവിലാകുവാൻ കഴിയാത്തവരെല്ലാം അവർ പഴയ സൃഷ്ടിയായി തുടർന്നുകൊണ്ടിരിക്കുക, പഴയ സൃഷ്ടിയായി തുടർന്ന്. എന്നാൽ എനിക്ക് ക്രിസ്തുവിലാകാൻ കഴിഞ്ഞതുകൊണ്ട്, യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും നാഥനുമായിട്ട് സ്വീകരിപ്പാൻ കഴിഞ്ഞതുകൊണ്ട്, അതിന് സഹായിച്ച എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓർത്താട്ടെ, നിങ്ങളോട് സുവിശേഷം പങ്കുവെക്കാൻ ചുവടെടുത്ത വ്യക്തികൾ. ഞാൻ ചില വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വളരെ റാൻഡമായിട്ട് ചില ട്രാക്റ്റ് കൊടുത്ത വ്യക്തികളാണ് ആദ്യത്തെ വിത്തിട്ടത്. അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ, അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. വിശ്വാസത്തിൻ്റെയും നന്മയുടെയും ദൈവത്തിൻ്റെയും എല്ലാം ആ വിത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പാകിയ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അത് നനയ്ക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ച വ്യക്തികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ക്രിസ്തുവിലാകാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ദൈവത്തിന് യോഗ്യമല്ലാത്ത, തിരുവചനം ആഗ്രഹിക്കാത്ത പഴയ രീതികളെല്ലാം, ഞാനിപ്പോൾ പഴയ സൃഷ്ടിയല്ല, പഴയ സൃഷ്ടിയല്ല. എന്നാൽ പഴയ രീതികൾ എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അതിനെ തടുക്കുവാൻ കഴിയുന്ന പുതുക്കത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ തന്നെ അത് പ്രഖ്യാപിച്ച് പറഞ്ഞാട്ടെ. അതായത് പഴയ രീതികൾ എനിക്കിനി ചേരുകയില്ല, കാരണം ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ആ പാപത്തിൻ്റെ ചങ്ങലകൾ ഇനി ഞാനുമായിട്ട് മാച്ച് ചെയ്യത്തില്ല, കാരണം ചങ്ങലയെ പൊട്ടിക്കുവാൻ കഴിയുന്ന ദൈവ പൈതലിൻ്റെതായിട്ടുള്ള വിത്ത് എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞാനിനി അടിമയല്ല, ഞാനിനി അടിമയല്ല. അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മളിൽ പുതുക്കിയിരിക്കുന്നത്, എന്നാൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഞാൻ ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി വഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപമാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. എൻ്റെ ശരിയായിട്ടുള്ള ആ സ്വരൂപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. തിരുവചനം പറയുന്നത്, പാപത്തിന് ഇനിമേൽ ഇങ്ങനെ പുതിയതായിട്ടുള്ള വ്യക്തികളുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയുകയില്ല. ഹല്ലേലൂയ. റോമാലേഖനം പറയുന്നത് 6-ാം അധ്യായത്തിൽ പറയുന്നതാണ്, അതായത് ഇങ്ങനെ ദൈവമക്കളായിരിക്കുന്ന ഈ പുതുതായിരിക്കുന്ന വ്യക്തികളുടെ മേൽ
പാപത്തിന് കർത്തൃത്വം നടത്താൻ കഴിയുകയില്ല. കാരണം എന്താ? എൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപം ഇപ്പോൾ പാപത്തെ ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല. എൻ്റെ അകം മാറിപ്പോയി. അയ്യോ, പണ്ട് പെട്രോൾ എഞ്ചിനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡീസൽ. ഇനി പഴയത് ഇവിടെ ചലിക്കത്തില്ല. പഴയതും വെച്ചുകൊണ്ട് എന്നെ ഇനി ഓടിക്കാൻ ഒക്കത്തില്ല. ഇനി എന്നെ പരിശുദ്ധാത്മാവാ ചലിപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ഒന്ന് ഓർത്താട്ടെ, അതായത് നമ്മളൊരു പക്ഷേ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു എണ്ണയുടെ പാട കാണുന്നത് പോലെ നാം പുതിയ സൃഷ്ടിയാണെങ്കിലും ചിലപ്പോൾ പാപത്തിൻ്റെ അംശങ്ങൾ ഇങ്ങനെ മുകളിൽ കിടക്കുക. അതിന് കലരാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നാം ഇപ്പോൾ പുതിയ സൃഷ്ടിയായി. അതിന് കലരാൻ പറ്റുന്നില്ല. അതെങ്ങനെയെങ്കിലും എൻ്റെ അകത്ത് കയറി എൻ്റെ നീതിമാൻ എന്നുള്ള, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിന് കഴിയുന്നില്ല. കാരണം ഞാനിപ്പോൾ പുതിയ സൃഷ്ടിയാണ്. പാപത്തിന് ഇനി ഞാനുമായിട്ട് കലരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് കർത്താവ് പുതിയ സൃഷ്ടിയായിരിക്കുന്ന എനിക്ക് ഈ പാപത്തിനെ കുടഞ്ഞ് കളയാനായിട്ടുള്ള കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം പറയുന്ന മുറുകെ പറ്റിക്കിടക്കുന്ന പാപത്തെ വിട്ടെറിയുക. ഹല്ലേലൂയ. ഇന്നൊരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പുതുക്കം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പഴയതിൻ്റെ എന്തെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ, പാപ സ്വഭാവങ്ങളുണ്ടെങ്കിൽ, അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, അതിന്ന് കലരാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിനെ അനുവദിക്കാതെ കർത്താവ് അധികാരം തന്നിരിക്കുന്നത് ഉപയോഗിച്ച് ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളങ്ങ് തീരുമാനിച്ചാട്ടെ, എൻ്റെ പുതിയ സൃഷ്ടിക്ക് ചേരാത്തതായിട്ടുള്ള ആ പാപത്തിൻ്റെ പാട ഞാനങ്ങ് മാറ്റുക. ഹല്ലേലൂയ. പാപത്തിൻ്റെ പാട ഞാനങ്ങ് മാറ്റുക. അത് മാറ്റാൻ ആവശ്യമായിരിക്കുന്ന ശക്തി എൻ്റെ പുതിയ മനുഷ്യനിലുണ്ട്. ഞാനിനി ബലഹീനനായിട്ടല്ല ഞാൻ ശ്രമിക്കുന്നത്, എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ ആ വിത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനായിക്കൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് മാറ്റുകയാണ്. ഞാൻ അതിനെ അങ്ങ് മുറുകെ വലിച്ച് എറിയുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ വീണ്ടും ജീവനെ തന്നെ ഞാൻ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. പാപം ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും മിക്സ് ചെയ്തിട്ട് എൻ്റെ സ്വഭാവത്തെ മാറ്റാനായിട്ടാണ്. എന്നാൽ എൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ പുതിയ മനുഷ്യൻ പാപത്തിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ പാപത്തിൻ്റെ ആ പാട അങ്ങ് മാറ്റിയിട്ട് ചിലത് നിങ്ങളുടെ മേൽ അങ്ങ് പ്രഖ്യാപിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവിൽ നീതിമാനാണെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ വിശുദ്ധനാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ക്രിസ്തുവിൽ നിർമ്മലനാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ക്രിസ്തുവിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവ പൈതലാണെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ്റെ ശരിയായിട്ടുള്ള ശക്തി വരുന്നത് ഈ പാടയിൽ നിന്നല്ല. എൻ്റെ ശരിയായിട്ടുള്ള ശക്തി വരുന്നത് എൻ്റെ അകത്തുള്ള ക്രിസ്തുവിനാൽ ജനിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഒരു ആഴത്തിലുള്ള വേല കർത്താവ് ചെയ്തു. ഞാൻ എൻ്റെ ആത്മാവിൽ ജോൺസൺ ബ്രദറിനെ കുറിച്ച് കേൾക്കുന്നത്, കർത്താവ് ഒരു പുതുക്കത്തിൻ്റെതായിട്ടുള്ള വേല ചെയ്യുന്നു. കർത്താവ് പറന്ന് ഉയരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. കർത്താവിൽ വസിക്കുമ്പോൾ ദൈവവചനത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുവാനായിട്ട് അനുവദിക്കുമ്പോൾ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവം രൂപാന്തരം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രവൃത്തി ദൈവം ചെയ്തു എന്ന് പറഞ്ഞു. ദൈവം നമ്മളെ പുതുതാക്കി. ഹല്ലേലൂയ.
ദൈവം പറയുന്ന വഴി എന്താ? രൂപാന്തരപ്പെടാൻ മനസ്സ് പുതുക്കുക. എങ്ങനെയാ പുതുക്കണ്ടേ? ഒരുപാട് വഴികളുണ്ട് പുതുക്കാനായിട്ട്. തെറാപ്പി ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ബെൽ തെറാപ്പി, സൗണ്ട് തെറാപ്പി, പല പല ഗിണിഗിണി ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ച് പല പല പരിപാടികൾ നടക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് എങ്ങനെ ആഗ്രഹിക്കുന്നതോടെ നമ്മൾ കാണാൻ പോവുകയാണ്. കർത്താവ് പറയുന്ന ഈ രൂപാന്തരം നടന്ന് കഴിയുമ്പം എന്ത് സംഭവിക്കുന്നറിയാമോ? അവസാനത്തെ വാക്യം പറയുന്നത്, അതായത് ഈ റോമാലേഖനത്തിൻ്റെ 12:2 അവസാന ഭാഗം പറയുന്നത്, ഇങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവൻ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, but be transformed by the renewing of your mind, that you may prove what is good and acceptable and perfect will of God. അപ്പം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? നമ്മൾ ദൈവഹിതം അറിയണമെന്ന് മനസ്സിലായി, നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി ദൈവഹിതം മനസ്സിലാക്കി ഞാൻ വേർതിരിക്കപ്പെട്ട് ജീവിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഞാൻ ദൈവഹിതം അറിയുന്നവനായി മാറും. ഹല്ലേലൂയ. ദൈവഹിതം അറിയുക മാത്രമല്ല, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രൂവ്, അതിൻ്റെ ഗ്രീക്ക് മൂലപദം എന്ന് പറയുന്നത് ഡോക്യുമാസോ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടെസ്റ്റ്, അപ്രൂവ് ആൻഡ് ഡിസേൺ എന്ന് പറഞ്ഞാൽ ഈ ദൈവഹിതം എന്തെന്ന് എനിക്ക് വിവേചിക്കുവാൻ കഴിയും. ഈ ദൈവഹിതം എന്തെന്ന് എനിക്ക് പരിശോധിക്കുവാനായിട്ടുള്ള ഒരു ശക്തി ലഭിക്കുന്നു. ഈ ദൈവഹിതം എന്തെന്ന് അപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് ലഭിക്കുന്നു. അതാകുന്നു ഈ രൂപാന്തരത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് പുസ്തകം വായിച്ചോ, ഏത് രീതിയിൽ പുതിയ മനുഷ്യനാകാനൊക്കെ നോക്കിക്കോ, പക്ഷെ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കണം, ഇത് എന്നെ ദൈവഹിതം കൂടുതലായിട്ട് അറിയാനായിട്ട് സഹായിക്കുമോ? ഇല്ലെങ്കിൽ അത് വെറും ലോകപരമായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം ഒരുപക്ഷെ ഒതുങ്ങി പോകുമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഇതുപോലുള്ള ട്രാൻസ്ഫോർമേഷന്, ഡീപ്പ് വർക്ക്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാമോ, ഒരു ഡീപ്പ് വർക്ക് കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്നു പറയാമോ? ഹല്ലേലൂയ. ഇതൊരു ഡീപ്പ് വർക്കാണ്. പൗലോസ് പെർസിക്യൂട്ടറിൽ നിന്ന് പ്രീച്ചറായി, അല്ലേ? ഉപദ്രവിക്കുന്ന മനുഷ്യരിൽ നിന്ന് പ്രസംഗകനായി മാറി. പത്രോസ് ആണെങ്കിലോ ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് ശക്തമായിട്ട് ഭയമില്ലാതെ നയിക്കുന്ന ഒരു നേതാവായി മാറി. ഹല്ലേലൂയ. ഈ രൂപാന്തരം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഫോർ എക്സാമ്പിൾ വിമൻ ആണെങ്കിൽ ഒരു കമ്മൽ മാറ്റി വേറൊരു കമ്മലിടുന്നു. പുരുഷന്മാരാണെങ്കിൽ ഇന്ന് താടി ഇവിടെ ഒന്ന് കട്ട് ചെയ്തു, ഇന്നലെ ഇവിടെ കട്ട് ചെയ്തു. അത് പുറമേ ഉള്ള ചെറിയ വർക്കാണ്. രൂപാന്തരം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കളയുന്ന രീതിയിലുള്ള, ഇറ്റ് ചേഞ്ചസ് ക്യാരക്ടർ. ഈ രൂപാന്തരം സംഭവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു. ഹാബിറ്റ്സ്. രൂപാന്തരം സംഭവിക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യക്കാരനായിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വളരെ ക്ഷമയോടെ വരുന്നു. ഭയങ്കര കയ്പോടുകൂടെ നിൽക്കുന്ന ആൾക്കാർ വളരെ ക്ഷമിക്കുന്നവരായി മാറുന്നു, അല്ലേ? നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രൂപാന്തരം. ഹാബിറ്റ്സ്, അശ്ലീലമായിട്ടുള്ള ചില രീതികളിൽ നിന്ന് വിശുദ്ധിയുടെ രീതിയിലേക്ക് വരുന്നു. കാരണം എന്താ? അകത്ത് ഈ പുതിയ മനുഷ്യൻ ആ പുതുമയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രയോറിറ്റീസ്. ഇന്ന് വരെ ഞാനും എൻ്റെ കാര്യവും എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ മാത്രമായിരുന്നു. പെട്ടെന്ന് അകത്തൊരു പുതിയ മനുഷ്യൻ വന്നപ്പോഴത്തേക്കും ദൈവരാജ്യം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ പ്രയോറിറ്റി മാറാൻ തുടങ്ങുന്നു. അയ്യോ, എനിക്ക് കിട്ടിയ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതാണോ BSc ആണോ, NSC ആണോ, നിഫ്റ്റി ആണോ, ഗിഫ്റ്റി ആണോ? അല്ല, ഞാൻ ദൈവരാജ്യത്തിലേക്ക് അല്പം കൊടുക്കട്ടെ എന്ന് പ്രയോറിറ്റി മാറാൻ തുടങ്ങുന്നു. ഡീപ്പ് വർക്ക്. നമ്മുടെ ഐഡൻറ്റിറ്റി മാറുന്നു. ഫ്രം ഷെയിം ടു സൺഷിപ്പ്. പഴയ മനുഷ്യനെന്ന് പറയുന്നത്, അതായത്
എനിക്ക് ആരുടെയും മുഖത്തും നോക്കാൻ പറ്റത്തില്ല, അല്ലെ ദൈവമുമ്പാകെ വരാൻ എനിക്കൊക്കത്തില്ല. കാരണം എന്താ, ഞാൻ പാപിയാ. എന്നാൽ ഇന്നോ ഞാൻ പുതിയ മനുഷ്യനായിരിക്കുമ്പോൾ ഞാൻ തികഞ്ഞിട്ടില്ല. പക്ഷേ അതിനെല്ലാം പരിഹാരമായിട്ട് ക്രിസ്തു എൻ്റെ നീതിയായിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന എത്ര മലിനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ, ഇതങ്ങനെ പറഞ്ഞു ചിലപ്പോൾ മനസ്സിലാവത്തില്ല. എങ്ങനെയാ പറയുന്നത്? ഞങ്ങളൊരു കോൺഫറൻസിന് പോയപ്പോഴത്തേക്ക് ഒരു ദേവദാസിൻ്റെ ഒരു എക്സാമ്പിൾ, പക്ഷേ ആ എക്സാമ്പിൾ പറഞ്ഞാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. അതൊരു ഭയങ്കര എക്സാമ്പിളാണ്. അത് വേണ്ട. അപ്പോൾ അറിയുന്നവർ ഓർത്തല്ലോ, ശക്തമായ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ചിന്തിച്ച മാതാപിതാക്കൾ ചിന്തിച്ചാട്ടെ, നമ്മുടെ മക്കൾ വളരെ മോശമായിട്ടുള്ള ഭയങ്കര ചെളി നിറഞ്ഞ് ഒരു കുഴിയിലേക്ക് കയത്തിലേക്ക് വീണു. അവനെല്ലാം വന്നു കയറി. നമ്മൾ പറയും, ഇന്ന് മുതൽ നീ എൻ്റെ പ്രിയപുത്രനല്ല എന്ന് പറയൂ? പറയത്തില്ല. അവനെ ശുദ്ധീകരിക്കും, അവനെ ക്ലീൻ ചെയ്യും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ റിലേഷൻഷിപ്പ്. ഇന്ന് പാപത്തിൻ്റെ എത്ര വലിയ കയത്തിൽ നമ്മൾ കയറി വീണാലും ശരി, അത് ചെയ്യണമെന്നും അതിൻ്റെ ചുറ്റും കടന്ന് ഡാൻസ് കളിക്കണമെന്നും അവിടെ ചാടാൻ പ്രാക്ടീസ് ചെയ്യണമെന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് നാം ഏത് പാപത്തിൻ്റെ കയത്തിലാണെങ്കിലും ശരി, അബ്ബാ പിതാവേ എന്നുള്ളൊരു വാക്ക് വിളിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വന്ന് കഴുകി വെടിപ്പാക്കി നമ്മളെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഒരു വലിയ ആഴത്തിലുള്ള വേലയാണ് കർത്താവ് നമ്മളിൽ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അകമേ ആ പ്രവൃത്തി നടന്നു, ആ പുറത്തേക്ക് വരുന്നതിന് മുമ്പേ ഒരു ലെയർ ബാക്കിയുണ്ട്. അതിൻ്റെ പേരാണ് മൈൻഡ്, മനസ്സ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ആത്മാവിനെ പുതുക്കാൻ പറഞ്ഞിട്ടില്ല, അത് പുതിയതായി. ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ, പരിശുദ്ധാത്മാവാകുന്ന ബീജത്താൽ ആത്മാവ് പുതുക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഒരാൾ ഇടയ്ക്ക് ഇങ്ങനെ നോ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ പ്രാകൃത മനുഷ്യൻ, അല്ലെങ്കിൽ ആത്മാവിന് കീഴ്പ്പെടാത്ത മനസ്സിനെയാണ് കാർണൽ മൈൻഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാർണൽ മൈൻഡിനെ പുതുക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് പെട്ടെന്ന് 2-3 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അല്പസമയം ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ പോയി. ഇന്ന് നമ്മൾ പിശാചിൻ്റെ കുറേ നുണകളെ അങ്ങ് പൊട്ടിക്കാൻ പോവുകയാണ്. എന്നിട്ട് സ്വാതന്ത്ര്യത്തോടെ നമ്മൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൈൻഡ്, സൈക്കോളജി പറയുന്നത് 2 മൈൻഡ് ഉണ്ടെന്നാണ്. ഒന്ന് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും. ഈ അൺകോൺഷ്യസ് മൈൻഡാണ് ഏകദേശം 95%. 5% എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കേൾക്കുകയും കാണുകയും കൈയൊക്കെ പൊക്കുകയും ഹല്ലേലൂയ പറയുന്നതൊക്കെ കോൺഷ്യസ് 5%. ബാക്കി 95 വേറെ എന്തൊക്കെയൊക്കെയാണ്. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു, ഈ 95-ന് അങ്ങനെ ഫിൽറ്റർ ഒന്നുമില്ല. 95% ഫിൽറ്റർ ഇല്ല. എന്തിട്ടോ അതിൻ്റെ വിത്ത് വളരും. 95%-ന് അവിടെ തോട്ടക്കാരനില്ല, ഫിൽറ്റർ ഇല്ല. പക്ഷെ നല്ല വിളവുള്ള ഭൂമിയാണ്, എന്തിട്ടാലും വളരും. ഓക്കെ. 5% കോൺഷ്യസ് മൈൻഡിന് മാത്രമേ കാവൽക്കാരനുള്ളൂ. അതുകൊണ്ടാണ് സദൃശവാക്യം 4:23 പറയുന്നത്, above all guard your heart. അവിടെ ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കാർഡിയോ ഇൻസ്ട്രക്ഷൻ അല്ല, അത് നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെ പറയുന്നത്. above all guard your heart. സകല ജാഗ്രതയോടും കൂടെ ആ 5%-ഓടുകൂടെ 5% ആകുന്ന മനസ്സിനോട് പറയുന്ന ഒറ്റ കാര്യമുണ്ട്, നീ ഒറ്റ
ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നതാ അകത്തോട്ടിടുന്നതെന്നും എന്നതാ തടുക്കേണ്ടതെന്നും മാത്രം തീരുമാനിച്ചാൽ മതി. ബാക്കി ആ 95% ചെയ്തോളും. Be the watchman of the things that is coming in and what you want to retain. Hallelujah. Hallelujah. മനസ്സിലായോ? ദിസ് ഇസ് സോ പവർഫുൾ. നാം ബോധത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും നാം എന്തിനാ ആമേൻ എന്ന് പറയുന്നത് ഓർത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ്റെ അർത്ഥം അറിയാമോ? ഇതുവരെ അറിയാതെ പറഞ്ഞവരുടെ ഞെട്ടലിന് വേണ്ടി ഞാൻ പറയട്ടെ, സോ ബി ഇറ്റ് എന്ന അതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെ ആകട്ടെ എന്ന്. തിരുവചനം സദൃശവാക്യത്തിൻ്റെ 18:21 പറയുന്നത്, ജീവന്റെയും മരണത്തിൻ്റെയും അധികാരം നാവിന്മേൽ തന്നിരിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. എന്തിനാ ആമേൻ പറഞ്ഞേ? അതുകൊണ്ട് കേൾക്കാത്ത പ്രാർത്ഥന, ഇപ്പം ചിലരൊക്കെ ഈ സൗണ്ട് കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എത്ര നാളും കേൾക്കത്തില്ല. പിന്നെ ലാസ്റ്റ് ഇൻ ജീസസ് നെയിം എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ആമേൻ പറയാതിരിക്കുക? എന്നതാ പ്രാർത്ഥിച്ചത്? പണ്ട് ദാവീദ് ഊരിയാവിൻ്റെ കയ്യിൽ കത്ത്, ഇവനെ കൊണ്ടുവരുന്നതിനെ തട്ടിക്കോണമെന്ന് പറഞ്ഞ പോലെ എന്തുവായി പ്രാർത്ഥിച്ചത്? അപ്പം നമ്മൾ സ്മാർട്ടായിട്ട് താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ എന്തിനായി ഗ്രഹിക്കുന്നത്? കേട്ടില്ലല്ലോ. താങ്ക് യു ജീസസ്. വണ്ടർഫുൾ പ്രയർ സിസ്റ്റർ. എന്ത് നമ്മുടെ മനസ്സിനകത്തോട്ടിടുന്നോ അത് വളരും, അത് രൂപാന്തരപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ദ ബൈബിൾ സേസ് ദാറ്റ് ഇറ്റ് ഇസ് പവർഫുൾ ദാറ്റ് വെൻ വി റിന്യൂ അവർ മൈൻഡ് നമ്മുടെ ഷേപ്പ് മാറും. എന്തുവാ വായിക്കുന്നേ? ആ 5% കൊണ്ട് തീരുമാനിച്ചോ, 95 അതിനെ വളർത്തും. ഇന്നലെ നോക്കി അവരെന്നോട് നോക്കി ചിരിച്ചില്ല, 5% കൊണ്ട് എന്തോ ആണോ ചിന്തിക്കേണ്ടത് ചിന്തിച്ചോ, അകത്ത് പോയോ വളരും. കയ്പ് വേണോ ഇട്ടോ, നല്ല റിട്ടേൺസ് ആയിരിക്കും. സ്റ്റോക്ക് 20% നല്ല റിട്ടേൺസ് ആണ്. പിന്നെ ഉറക്കം പോലും കിട്ടൂല. ഇറ്റ് വിൽ ടേക്ക് എവറിത്തിങ് ഫ്രം യു. ഫെയ്ത്ത് ആണോ, വേർഷിപ്പ് സോങ്സ് ആണോ, ഇട്ടോ, അകത്ത് വിശ്വാസം വളരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നേ, ദൈവത്തിൻ്റെ വിശ്വാസം കേൾവിയാലും ദൈവവചനത്തിൻ്റെ കേൾവിയാലും. ഐ ആം റിസീവിങ്, ഐ ആം ടേക്കിംഗ് ഇൻ ആൻഡ് ഐ ആം ടേക്കിംഗ് ഇൻ ആൻഡ് ദ ലോർഡ് ഹാസ് ഡിസൈൻ. ദൈവം മനസ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അകത്ത് തന്നാൽ വറ്റിക്കിടക്കുന്നതല്ല, വളർത്താൻ കഴിവുള്ള മനസ്സാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മനസ്സ് ശക്തമായതുകൊണ്ട് തിരുവചനം പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം. ഈ കേട്ടത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ദേവദാസൻ എസ് കെ ഫ്രാൻസിസ് പ്രാർത്ഥിക്കാനൊക്കെ വന്നപ്പോഴത്തേക്കുമൊക്കെ അവരുടെ ടീം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും കൈയടിക്കും, പിന്നെ ആർക്കും ഒന്നും കേൾക്കില്ല, എന്തോ ഈ പറയുന്നതെന്ന്. അപ്പം അവർ പറഞ്ഞു നിർത്ത്, ഈ പറഞ്ഞിട്ട് കേട്ടിട്ട് കൈയടിക്ക്. അപ്പോൾ യേശു എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് എന്താ യേശു എന്തോ പറഞ്ഞത്? പറഞ്ഞോ, തിരിഞ്ഞില്ലേ, എന്തുവാ പറഞ്ഞത്? നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ? മനസ്സിലായോ? ഇത് ശരിക്കും ആക്ച്വലി കൈയടിക്കാൻ പറ്റും. പക്ഷെ തന്നെ നിങ്ങളുടെ രഹസ്യ സ്ഥലത്തിരുന്ന് കൈയടിക്കണം. കാരണം ഞാനിപ്പോൾ പഴയ മനുഷ്യനല്ല. ഹല്ലേലൂയ. ഞാനിപ്പോൾ പാപത്തിൻ്റെ അഴുക്കിൽ കെട്ടെന്ന് നശിച്ചു പോകുന്ന മനുഷ്യനല്ല. കർത്താവ് എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ തൻ്റെ മഹാകരുണ നിമിത്തം എന്നെ പുതിയ സൃഷ്ടിയാക്കി. ഞാൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ തിരുവചനം പറയുന്നത് ഞാൻ അടുത്ത ലെവലാണ്. എന്ത് ലെവലാണ്? കർത്താവിനെ വിളിച്ചിരിക്കുന്നത് സകലതും ചെയ്യുവാൻ
കഴിവുള്ള മനുഷ്യനായിട്ട് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതെങ്ങനെയാ സാധ്യമാക്കുന്നത്? ക്രിസ്തുവിൽ തന്നെ നിൽക്കുമ്പോൾ. ഒരുവൻ ക്രിസ്തുവിലായാൽ, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, അവിടെ നിന്ന് ഇറങ്ങി ഓടല്ലേ എന്ന് പറഞ്ഞാട്ടെ. ക്രിസ്തുവിലായി പലരും, പക്ഷെ എല്ലാ ദിവസവും എങ്ങനെ അപ്പുറത്തോട്ട് പോകാൻ നോക്കിക്കൊണ്ട് അല്ല, നാം വളരുന്നതും ചിറകടിച്ച് പറന്നുയരുന്നതും യഹോവയെ കാത്തിരിക്കുമ്പോഴാണ്. എങ്ങനെയാ കാത്തിരിക്കുന്നത്? അതിന് മുറിയിൽ തന്നെ ആവണം നിർബന്ധമില്ല. ഓരോന്നിലും കർത്താവിനെ കാത്തിരിക്കുകയാണ്. എൻ്റെ ജോലി മണ്ഡലത്തിൽ ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ ഞാൻ പത്രം വായിക്കുമ്പോഴത്തേക്കും നല്ലതല്ലാത്തതായിട്ടുള്ളൊരു വാർത്ത കാണുമ്പോൾ, കർത്താവേ അങ്ങയുടെ ഹിതം വരട്ടെ ഇതിൻ്റെ മേൽ. ഹല്ലേലൂയ. എനിക്ക് വലിയ വാക്കുകളും പ്രാർത്ഥനയും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പിള്ളേർ എന്നെ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ടോൺ കേട്ട് ഞാൻ ഡിസൈഡ് ചെയ്യും എത്ര സ്പീഡിൽ ഓടണമെന്ന്. വലിയ വാക്കുകളൊന്നും വേണ്ട. അവർക്ക് പ്രയാസമുള്ളൊരു സമയം എൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം എത്ര അടുത്ത് ഞാൻ പോയി നിൽക്കണമെന്ന്. ആ അപ്പൻ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി. അല്പം മലിനതയൊക്കെ വന്നിട്ടുണ്ടാവും, ഇന്ന് കുടഞ്ഞു കളയാൻ പോവാം. അങ്ങനത്തെ ഒരു പെറ്റി ലൈഫിന് വേണ്ടി അല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ബാക്കിയുള്ളവരെ പോലെ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, ഞാൻ യുണീക്കാണ്. എന്നെപ്പോലൊരു ബട്ടർഫ്ലൈ ലോകത്ത് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറക്കുന്ന രീതി ഡിഫറൻ്റാ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ബിക്കോസ് ഐ ആം ഡിഫറെന്റ്. ഞാൻ ചിറകടിക്കുന്ന രീതി വ്യത്യസ്തമാ. അതിനും കൂടെ കരുതിയുള്ള മെയ്ക്ക എനിക്ക് തന്നിരിക്കുന്നത്. അയ്യോ, ചിറകിച്ചിരി ബ്ലാക്ക് കളറാ, അതെൻ്റെ അപ്പൻ തന്ന കളറാ. ചിലരോട് I sense the Holy Spirit wants to say black is beautiful and precious. പുതിയ സൃഷ്ടിയായിട്ട് കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടും എന്ത് നുണകളാ നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഈ പുതിയ സൃഷ്ടിക്ക് അതിൻ്റെ കണക്ഷൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കുന്നില്ലേ? ദൈവശബ്ദം നിങ്ങൾ ഇനി കേൾക്കും. കാരണം ഇനി പുഴുവല്ല, ചിത്രശലഭമാണ്. പുഴുവിന് ചെവിയൊന്നും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ചിത്രശലഭമായിരിക്കുമ്പോൾ I will hear my heavenly Father. അതെൻ്റെ അവകാശമാണ്. നിങ്ങൾ പലർക്കും ഒരുപക്ഷെ ഒരു പിതാവിൻ്റെ സ്നേഹവാക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ആക്ച്വലി ഈ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ പിതാവിൻ്റെ സ്നേഹവാക്ക് നിങ്ങൾക്കിനി കേൾക്കുവാൻ കഴിയും. അത് കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾ മറ്റെല്ലാ നുണയെയും തകർക്കുന്ന രീതിയിൽ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ മേൽ തന്നെ പറയാമോ, ഐ ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. എനിക്ക് പറ്റും, എനിക്ക് പറ്റും. അതിന് ഞാൻ എൻ്റെ ചെവി ഉണ്ടാക്കേണ്ട കാര്യമില്ല, എന്നെ ചെവി ഉണ്ടാക്കിയാ വിട്ടിരിക്കുന്നത്. ഐ ക്യാൻ ഹിയർ, ഐ ക്യാൻ ഹിയർ, ഐ ക്യാൻ ഹിയർ. എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് പറ്റും. എനിക്ക് പറ്റുന്നത് കൊണ്ട് ഞാൻ ഇനി ചെവി ചായ്ച്ചിരിക്കും. ചിലർ ആ നുണ വിശ്വസിച്ചു, നിനക്ക് കഴിയുകയില്ല, ഓ നീ ആ പള്ളിയിൽ പോയാൽ പറ്റുകയില്ല, ഈ ഡിനോമിനേഷനിൽ പറ്റുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ, അവിടെ പള്ളിയും ഡിനോമിനേഷനൊന്നുമല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഓ ഞാനിനി ദൈവശബ്ദം കേൾക്കും. വിശ്വാസത്തോടെ അത് നിങ്ങളുടെ മേൽ പറഞ്ഞാൽ ഞാൻ ദൈവശബ്ദം കേൾക്കും. ഞാൻ എൻ്റെ ദൈവശബ്ദം കേൾക്കുമെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ സകലതും കൊണ്ട് അവനെ പ്രസാദിപ്പിക്കും.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ചിലർ നിങ്ങളെ തന്നെ വെറുക്കുന്നു. ആ വെറുക്കാൻ കാരണമായിട്ടുള്ള ആ പാട പോലെ കിടക്കുന്ന സകലത്തിനെയും ഇന്ന് പുതിയ സൃഷ്ടിയായിക്കൊണ്ട് അങ്ങ് മാറ്റിയാട്ടെ, 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 മാറ്റിയാട്ടെ. എൻ്റെ പിതാവ് എന്നെ താലോലിക്കുന്നു. ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഫേവറിറ്റാണ്. ഓ ഹല്ലേലൂയ. കർത്താവാണ് നിങ്ങളെ രൂപപ്പെടുത്തിയത്, ദൈവമായി രൂപപ്പെടുത്തിയത്. ഇറ്റ് കനോട്ട് ബി എ മിസ്റ്റേക്ക്. നിങ്ങളുടെ പുതിയ സൃഷ്ടി, പഴയ സൃഷ്ടിയെക്കുറിച്ച് എനിക്കറിയുകയില്ല. നിങ്ങളുടെ പുതിയ സൃഷ്ടി സ്വർഗത്തിൻ്റെ ഡിസൈനാണ്. ഇറ്റ് കനോട്ട് ഗോ റോങ്. അത് തെറ്റാവാൻ കഴിയുകയില്ല. ഇന്ന് വിശ്വാസത്തോടെ നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ പുതിയ സൃഷ്ടിയെ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ പുതിയ സൃഷ്ടിയെ, ആ ഡിസൈനെ ഞാൻ സ്വീകരിക്കുന്നു. ഓ അത് നല്ല ഡിസൈനാണ്, അത് നല്ല ഡിസൈനാണ്. വെരി ലവബിൾ. കർത്താവിൻ്റെ സ്വരൂപത്തിലുള്ള ആ പുതിയ സൃഷ്ടിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിന്ന് സ്നേഹിക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും. എൻ്റെ സ്നേഹം വറ്റിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പുതിയ സൃഷ്ടിയായിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഉറവ നിങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എനിക്ക് സ്നേഹിക്കാൻ പറ്റും. വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൻ്റെ ആ ഒഴുക്ക് എന്നിലൂടെ സംഭവിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചാട്ടെ. ബിക്കോസ് ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാൻ പുതിയ സൃഷ്ടിയായതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്വർഗം എൻ്റെ സോഴ്സാണ്. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ബലഹീനതകളെ കുറിച്ചുമുള്ള നുണകൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് അതിനുള്ള ശക്തി ഈ പുതിയ സൃഷ്ടിയിലേക്ക് കർത്താവ് പകരും. ഹല്ലേലൂയ. ഇന്ന് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ചിന്തിക്കുന്നത്, അയ്യോ ഇതേത് ദൈവത്തിൻ്റെ വിത്താ എൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. ഓ ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നത്, ഫോർ നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ആ ദൈവത്തിന്റെ വിത്താണോ എൻ്റെ അകത്ത് കിടക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്നെ വിളിച്ചിരിക്കുന്ന വിളിയിലെ സകലതും കർത്താവിനാൽ എനിക്ക് സാധ്യം. എൻ്റെ അകത്തുള്ള വിത്ത് ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ വിത്ത. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്നിവിടെ ആയിരിക്കുന്ന സകലരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പറയുന്നത് പോലെ ഞങ്ങൾ കർത്താവിൻ്റെ തേജസ് ദിനം പ്രതി പ്രാപിച്ച് കർത്താവിനെ പോലെ അനുരൂപരായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ സഭയിലെ ഓരോരുത്തരുടെ മേലും പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ അവർ പുഷ്ടിപ്പെടട്ടെ. ഇന്നു മുതൽ അവരെ സംബന്ധിച്ചുള്ള സകലതും പുതിയ സൃഷ്ടിക്ക് ചേർന്ന് വയ്ക്കുവാൻ കഴിവുള്ളതാകട്ടെ. പാപത്തിൻ്റെ സകല കറകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ അഡിക്ഷൻ, സബ്സ്റ്റൻസ് അഡിക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ പുതിയ മനുഷ്യനകത്തുള്ള ശക്തി മുഖാന്തരം അത് റെസിസ്റ്റ് ചെയ്യുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളുടെ അകത്ത് പുതിയ വിത്ത് കർത്താവ് ഇട്ടിരിക്കുന്നു. നിങ്ങൾ പുതിയ മനുഷ്യനായിരിക്കുന്നു. തീരുമാനമെടുത്താട്ടെ. ഐ ടേക്ക് മൈ സ്റ്റാൻഡ് ഫോർ ജീസസ്. ദൈവഹിതത്തിനു വേണ്ടി ഞാൻ എൻ്റെ ചുവടുകളെ എടുക്കുന്നു. തീരുമാനിച്ചാട്ടെ, തീരുമാനിച്ചാട്ടെ, തീരുമാനിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭയങ്കര കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ കാണിക്കുക. കർത്താവേ, അങ്ങയുടെ പൈതല ഡാഡി, കം ആൻഡ് റെസ്ക്യൂ.
ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ച് പ്രഖ്യാപിക്കുന്നു. ആ വ്യക്തിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നീ സഹായമില്ലാത്ത വ്യക്തിയല്ല. ഒരുപക്ഷെ പണ്ട് നിനക്ക് വേണ്ടി ആരും ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ കാണുമായിരിക്കാം. എന്നാൽ നീ ഇപ്പോൾ പുതിയ സൃഷ്ടിയാകുന്നു. നിന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ലോർഡ്, കണ്ടിന്യൂ ടു ട്രാൻസ്ഫോം us. കർത്താവ് ആഴത്തിലുള്ള പണി ചെയ്യണമേ, ആഴത്തിലുള്ള പണി ചെയ്യണമേ, ആഴത്തിലുള്ള പണി ചെയ്യണമേ, ആഴത്തിലുള്ള പണി ചെയ്യണമേ. ലോർഡ്, വി താങ്ക് യു. പുതിയ സൃഷ്ടിയാകുവാൻ അങ്ങ് ചെയ്ത കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ പുതിയ സൃഷ്ടിക്ക് അനുസരിച്ച് ഞങ്ങളുടെ എല്ലാ പ്രയോറിറ്റീസും മാറട്ടെ. ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്ന ചിലർക്ക് അങ്ങനെ സറണ്ടർ ചെയ്യാനായിട്ട് പേടിയാണ്. കാരണം ഈ പഴയ ജീവിതത്തിൻ്റെ ചില നന്മകൾ കുറച്ച് സുഖമുള്ളതായിരുന്നു. സറണ്ടേർഡ് ലൈഫിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളെ വേർതിരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത്. ലെറ്റ്സ് നോട്ട് ഗോ ബാക്ക് ടു സ്ക്വയർ വൺ. വീണ്ടും നാം പുറകിലേക്ക് പോകരുത്. ധൈര്യത്തോടുകൂടെ പറഞ്ഞാട്ടെ, ധൈര്യത്തോടെ മനസ്സിലാക്കിയാട്ടെ, ഇഴഞ്ഞ് നടക്കുന്നതിനേക്കാൾ പറന്നു നടക്കാനാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. എത്ര സുഖമുണ്ടെന്ന് പറഞ്ഞാലും ഇഴഞ്ഞു നടന്ന ജീവിതം എനിക്ക് വേണ്ട. ദൈവത്തിന് സമർപ്പിക്കാത്ത ജീവിതം എനിക്ക് വേണ്ട. ഞാൻ കർത്താവിനോടുകൂടെ പുതിയ സൃഷ്ടിയായി ചിറകടിച്ച് പറന്നുയരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, പൈശാചികമായിട്ടുള്ള എല്ലാ നുണയുടെ കോട്ടകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇടിച്ചു തകർക്കുന്നു. അതിനെ തകർക്കുവാനുള്ള ശക്തി പുതിയ സൃഷ്ടിയിലുണ്ട്. അതുകൊണ്ട് ഇന്ന് ആരും ശക്തിക്ക് കുറവുള്ളവരല്ല. ഈ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.